2-3 ആഴ്ച മുമ്പാണ് അപ്രശസ്തമായ F-35B ലൈറ്റ്നിംഗ് യുദ്ധവിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നത്. മോശം കാലാവസ്ഥ മൂലമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇത് ബ്രിട്ടന്റെ റോയൽ നേവിയുടെ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നുള്ള വിമാനമായിരുന്നു. ഈ വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം ഇന്ത്യയും ബ്രിട്ടനും പലതവണ ഇതേക്കുറിച്ച് പരസ്പരം സംസാരിച്ചെങ്കിലും ഇന്ത്യയുടെ സുരക്ഷാ ഉറപ്പുകളെ അവഗണിച്ച് വിമാനം തുറന്ന ടാർമാക്കിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയെ ഒരിക്കലും ഒരു നാറ്റോ അംഗമായി കാണാത്തതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് എംപിമാർ വരെ ടെക്നോളജി ചോരാൻ സാധ്യതയുണ്ടെന്ന് പാർലമെന്റിൽ പലതവണ പ്രസ്താവനകൾ നടത്തി. അല്ലെങ്കിൽ സായിപ്പിന് എന്നും ഇന്ത്യക്കാരോട് അസൂയയാണല്ലോ. പിന്നീട് 2 ദിവസം മുമ്പ് വന്ന ന്യൂസിൽ കേട്ടത് ഈ വിമാനം പൊളിച്ച് സൈനിക വിമാനത്തിൽ തിരികെ കൊണ്ടുപോകുമെന്നായിരുന്നു. ഇന്ത്യ ബ്രിട്ടനോട് ഹാങ്കറിലേക്ക് മാറ്റൂ എന്നും അല്ലെങ്കിൽ താൽക്കാലിക ടെന്റ് തയ്യാറാക്കുക എന്നും പലതവണ പറഞ്ഞിട്ടും ബ്രിട്ടൻ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ബ്രിട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിൽ വെച്ച് തന്നെ നന്നാക്കും, പക്ഷേ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല എന്ന്. ഇതിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ബ്രിട്ടൻ പെട്ടെന്നൊരു യൂട്ടേൺ എടുത്തിരിക്കുന്നു. പിന്നാലെ ബ്രിട്ടന്റെ 24 അംഗ എഞ്ചിനീയർമാരുടെ സംഘം തിരുവനന്തപുരത്ത് എത്തുകയും വിമാനം ഹാങ്കറിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 24 പേരിൽ 14 പേർ ടെക്നിക്കൽ എക്സ്പേർട്സും 10 പേർ ക്രൂ മെമ്പർമാരുമാണ്. നേരത്തെ ബ്രിട്ടീഷ് എംപിമാർ പാർലമെന്റിൽ പറഞ്ഞത് ഇന്ത്യ S-400 സിസ്റ്റം ഉപയോഗിക്കുന്ന രാജ്യമാണ്, അതുകൊണ്ട് തന്നെ F-35 വിമാനത്തിന്റെ രഹസ്യങ്ങൾ ചോരാനുള്ള സാധ്യതയുണ്ടെന്നാണ്. നമ്മൾ ഇന്ത്യ നാറ്റോയോട് അടുപ്പം കാണിക്കാത്തതും റഷ്യയോടുള്ള അടുത്ത ബന്ധവും ബ്രിട്ടന്റെ അവിശ്വാസത്തിന് കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും പിന്നീട് ബ്രിട്ടൻ ഇന്ത്യയോട് കെഞ്ചുന്ന കാഴ്ചയാണ് കണ്ടത്. ഞങ്ങളുടെ എഞ്ചിനീയർമാർ അതിവേഗം അറ്റകുറ്റപ്പണികൾ തീർക്കും, ദയവായി ഹാങ്കർ അനുവദിക്കുക. ഇതുതന്നെയല്ലേ ഇന്ത്യ നേരത്തെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ്. നമ്മുടെ എഞ്ചിനീയർമാരും അവർക്കൊപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കും പിടികിട്ടാതിരിക്കില്ല. ഇത് നമ്മുടെ AMCയെ പോലുള്ള 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. നമ്മളാണെങ്കിലോ ഇതിനകം സോഷ്യൽ മീഡിയയിലൂടെ F-35ന് ആധാർ കാർഡും വിലാസവും ജനനത്തീയതി വരെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ സൈനിക ദൗത്യങ്ങളുടെ ഭാഗമാണ്. പക്ഷേ എന്തായാലും എന്നും അഹങ്കാരത്തോടെയും പുച്ഛത്തോടെയും മാത്രം പെരുമാറിയിട്ടുള്ള ബ്രിട്ടന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഈ സംഭവം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ ഇന്ത്യക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കാം. ആ യുദ്ധവിമാനം ഇപ്പോഴും കേരളത്തിൽ നമ്മുടെ കൺമുന്നിലാണ്. എന്നാൽ ഈ സംഭവം കൊണ്ട് നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാങ്കേതിക ലാഭം മാറ്റി നിർത്തിയാൽ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ വരെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. നമ്മുടെ കേരളവും F-35 വെച്ചുള്ള നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പരസ്യവുമെല്ലാം ലോകത്ത് മുഴുവൻ ട്രെൻഡിങ് ആയി. ചുരുക്കി പറഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി. നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതിന് പുറമെ ബ്രിട്ടീഷുകാരെ നാണം കെടുത്താനും കഴിഞ്ഞു. ഇനി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ.